നിങ്ങളുടെ കുട്ടി പഠനത്തിൽ പിന്നോട്ടാണെന്നുള്ളതാണോ നിങ്ങളുടെ ടെൻഷൻ? പൊതുവെ പഠന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കൗൺസിലിങ്ങിന് വരുന്ന പാരൻസ് ചോദിക്കുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. കുട്ടിക്ക് പഠനത്തിൽ മാത്രമാണ് പ്രയാസം, ബാക്കി എല്ലാ കാര്യങ്ങളും അവൻ നല്ല അടിപൊളിയായി ചെയ്യുന്നുണ്ട്. അതായത് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അത് വളരെ ഭംഗിയായിട്ട് ചെയ്യും. വീട്ടിലെ സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇളയ കുട്ടിയെ നോക്കേണ്ട കാര്യങ്ങളിൽ മൂത്തവരുമായിട്ടുള്ള കാര്യങ്ങളാവാം, സ്കൂളിലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, ലോജിക്കലി ചെയ്യേണ്ട കാര്യങ്ങളാവാം. എന്നാൽ മറ്റെല്ലാ മേഖലകളിലും മിടുക്ക് കാണിക്കുന്നുണ്ടെങ്കിലും പഠനത്തിൽ മാത്രമാണ് ഈ കുട്ടികൾക്ക് പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇങ്ങനെയുള്ള കുട്ടികളിൽ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ഭാഷയുമായി ബന്ധപ്പെട്ടായിരിക്കാം ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഭാഷ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ വായിക്കാനും എഴുതാനും ഉള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മലയാളം എഴുതുന്ന സമയത്ത് വള്ളിയും പുള്ളിയും ഒന്നും മനസ്സിലാവാതെ അതിൻ്റെ ചിഹ്നങ്ങൾ മനസ്സിലാവാതെ വരിക, ഇംഗ്ലീഷ് വായിക്കുന്ന സമയത്ത് തപ്പി തടഞ്ഞ് വായിക്കുക, കണക്ക് എഴുതുന്ന സമയത്ത് തിരിച്ച് 3 എന്ന് എഴുതുമ്പോൾ തിരിച്ചൊക്കെ എഴുതി പോവുക, ഇതുപോലെയുള്ള പഠന പ്രശ്നങ്ങളായിരിക്കാം മിക്കപ്പോഴും വരുന്നത്. എന്നാൽ ഇങ്ങനെ പഠിക്കാൻ താല്പര്യം കാണിക്കാതിരിക്കുന്ന കുട്ടികൾ അവരുടെ പഠനത്തിൽ ഹാപ്പി ആണോ എന്ന് എന്നെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരോട് ചോദിച്ചിട്ടുണ്ടോ? കുട്ടികൾ പഠനത്തിൽ ഒരുപാട് പിറകോട്ട് പോകുന്ന സമയത്ത് ഒരിക്കലും അവരെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥയിൽ ഒരു ചെറുതല്ലാത്ത പങ്ക് നമ്മൾ പാരൻസിനും ടീച്ചേഴ്സിനും ഉണ്ട്. കുട്ടികൾക്ക് ഈ പഠനം ഇത്രത്തോളം ഭാരമാകുന്നത് ഒരു പക്ഷേ അവരെ പഠിപ്പിക്കുന്ന രീതി കൊണ്ടുമാവാം, അല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ചില സമയങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ലാതെ ദേഷ്യം വരും. ഒരുപക്ഷെ അവരെ തല്ലും, ചിലപ്പോൾ ചെറുതായിട്ട് നുള്ളും പിച്ചും ഒക്കെ ചെയ്യും. അപ്പോൾ ബാക്കി സമയങ്ങളിൽ വളരെ ഹാപ്പി ആയിരിക്കുന്ന നിങ്ങൾ പഠിപ്പിക്കാനിരിക്കുമ്പോൾ മാത്രം ഇത്രയും ദേഷ്യപ്പെടുന്നത് കാണുമ്പം കുട്ടീനെ സംബന്ധിച്ച് പഠിത്തം എന്നുള്ളത് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇവൻ്റായിട്ട് മാറുകയാണ്. അപ്പോൾ എല്ലാ സമയത്തും ഹാപ്പി ആയിരിക്കുന്ന ആൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പം അമ്മയുടെ സ്വഭാവം അല്ലെ അച്ഛൻ്റെ സ്വഭാവം മാറും എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാവും. അപ്പോൾ തന്നെ പഠിത്തത്തിനോട് ആ ഒരു ഇഷ്ടക്കേട്, ആ ഒരു പേടി, ആ ഒരു സ്ട്രെസ്സ് അതുമായിട്ട് കൂടെ വരാൻ തുടങ്ങും. ഇത് പയ്യെ പേടി മാറി പഠിത്തത്തിനോടുള്ള വെറുപ്പുമായിട്ട് മാറും. അപ്പോൾ ഇതുപോലെ കുട്ടികൾ പഠിക്കാതിരിക്കുമ്പം ദേഷ്യം വരുന്ന, സങ്കടം വരുമ്പം ദേഷ്യം പുറത്ത് കാണിക്കുന്ന ഒരു പാരൻ്റ് ആണോ നിങ്ങൾ? ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടും സങ്കടപ്പെട്ടുമൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല എന്നാണെങ്കിൽ ഒരു സൊല്യൂഷനെ കുറിച്ച് ആലോചിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു, അല്ലേ? ഓരോ കുട്ടിയും വ്യത്യസ്തരാണെന്ന് നമ്മൾക്കറിയാം, അല്ലേ? നമ്മുടെ കുട്ടികളെ പോലെയല്ല അടുത്ത വീട്ടിലെ കുട്ടികളോ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള കൂട്ടുകാരോ ഒന്നും. വളരെ വ്യത്യസ്തമായ പല സ്വഭാവ രീതികളും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കഴിവുകളും ഒക്കെ ഉള്ളവരാണ് നമ്മുടെ കുട്ടികൾ. അപ്പോൾ ഇതുപോലെയുള്ള ഓരോ വ്യത്യസ്തരായ കുട്ടികൾക്കും കൃത്യമായി അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തി അവരുടെ പഠന നിലവാരം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഏത് രീതിയിലാണ് അവർക്ക് ക്ലാസ് എടുത്താൽ അവർക്ക് നന്നായി മനസ്സിലാവുക, ആ രീതിയിലുള്ള സ്പെഷ്യൽ മൊഡ്യൂളുകളിലൂടെ കുട്ടികളുടെ വായന, എഴുത്ത്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തുടങ്ങിയ എല്ലാ പഠന പ്രശ്നങ്ങളും പരിഹരിച്ച് കുട്ടിയെ നല്ല ഭംഗിയായിട്ട് ഹാപ്പിയാക്കി പഠിപ്പിക്കാൻ ത്രൈവ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇനി പഠിപ്പിക്കാനിരിക്കുന്ന സമയം കുറച്ച് ക്ഷമയോടെ, കുറച്ച് സന്തോഷത്തോടെ അവരെ നിങ്ങൾക്ക് പഠിപ്പിക്കാവുന്നതാണ്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ത്രൈവ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെ താഴെ തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം.